സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. ഞാൻ സുബോധ്, പട്ടാനൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിയാണ്. ഇതിൻ്റെ കഥയാണ്. എൻ്റെ ചുറ്റുമുള്ള കുറച്ച് ആൾക്കാരുടെയും കൂടി കഥയാണ്. എത്ര ചിന്തിച്ചാലും പിടികിട്ടാത്ത ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറില്ലേ? അതുപോലത്തെ ഒരു അനുഭവം എനിക്കുണ്ടായി.
സുയിപ്പാക്കും ഷെയ്പ്പാണ് സൈത്താനം നുള്ളിൽ കേറും വേണ്ടാത്തതോരോന്ന് മണ്ടയിലിടും നിക്കാതെ കയ്യാണ്ട് വേറൊന്നും വേണ്ട പൊന്നെ ഒന്നോന്റെ പിന്നാലെ പോയുടലേ ചികിതാത്ത 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 സുബോധല്ലേ? ആ എവിടെ പോവാ? ഞാനൊരു ഐഫോൺ മേടിക്കാൻ പോവാ. ഐഫോണിൽ നല്ല ബ്രാൻഡ് ഏതാണെന്ന് അറിയാം? അറിയില്ല. ഇന്ന് ക്ലാസ് ഇല്ല? ആ ഉണ്ട്. ഞാനിവിടെ ആൻറ്റീനെ കാണാൻ വേണ്ടി വന്നതാ ഹോസ്പിറ്റലിൽ. ശരി പോട്ടെ. മാസ്റ്റേഴ്സ് ഡാൻസ് ഫെസ്റ്റ് സീസൺ 5ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഓഡീഷനിൽ പങ്കെടുക്കുന്ന എല്ലാ കണ്ടസ്റ്റൻസിനും ആദ്യം തന്നെ നല്ലൊരു ഗൈഡ് കൊടുത്താലോ? താങ്ക് യു. ഇന്നിവിടെ സെലക്ട് ആകുന്ന കണ്ടസ്റ്റൻസ് സിംഗിളായും 4 പേരിൽ കവിയാത്ത ഗ്രൂപ്പായും എന്നിങ്ങനെ 2 വിഭാഗങ്ങളിലായാണ് മത്സരിക്കേണ്ടത്. ഈ ഓഡിഷന്റെ ഏതൊരു മത്സരത്തിന്റെയും അട്രാക്റ്റിംഗ് എലമെന്റ് എന്ന് പറയുന്നത് സമ്മാനം തന്നെയാണ്. അതെ, നമ്മുടെ വിജയിക്ക് ലഭിക്കാൻ പോകുന്നത് 1 ലക്ഷം രൂപ. രണ്ടാമത്തെ വിജയിയെ കാത്തിരിക്കുന്നത് 50,000 രൂപ. മൂന്നാമത്തെ വിജയിയെ കാത്തിരിക്കുന്നു 25,000 രൂപ. എലിമിനേഷനിലൂടെ വിജയിക്കുന്ന മത്സരാർത്ഥികളുടെ പേര് വിവരങ്ങൾ മാർച്ച് 25-നകം അറിയിക്കുന്നതാണ്. കൂടാതെ നമ്മുടെ പ്രോഗ്രാമിന്റെ ഭാഗമാകുന്ന എല്ലാ കണ്ടസ്റ്റൻസിനെയും സർട്ടിഫിക്കറ്റും മൊമെന്റയും കൊടുത്ത് ആദരിക്കുന്നു. ഹലോ. കലോ എവിടെ എത്തി? ആ ഞാനിവിടെ ഉള്ളത്. എന്തായി? കഴിഞ്ഞിട്ടില്ല, ഞാൻ വിളിക്കാം. ഓക്കെ. കസിൻസിലൊരു ഡാൻസർ ഉണ്ട്, രാജേഷ് ഏട്ടൻ. എന്നെ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടതാ, അല്ലാതെ. ആശുപത്രി കിടക്കണ ആന്റിന്റെ മോനാ? അല്ല, ഇത് വേറെ ആന്റീന്റെ. ചാളിനെ കണ്ട? ആ ഉജ്മത്തിനൊക്കെയുണ്ട്. ആ തിയറി ഓഫ് റിലേറ്റിവിറ്റിയും ക്വാണ്ടം മെക്കാനിക്സും തമ്മിൽ ബന്ധിപ്പിക്കാൻ സയൻസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. സോ ഐ എം ടോട്ടലി കൺഫ്യൂസ്ഡ്. എടാ ഫോണൊന്ന് നോട്ടെ. ചാളെ ഫോണൊന്ന് നോട്ടെ. വൺ മോർ ഡൗട്ട്. എൻ്റെ യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ സ്വാഭാവികമായും സൂര്യനും ഭൂമിയും തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് കൂടണ്ടേ? I wonder about 16th dimension. ഓക്കെ, ടൈം ഓവർ. ബാക്കി ഇന്റർവെല്ലിന്. ഓക്കെ ഗായ്സ്, സീ യു. ഓക്കെ ബൈ. നെക്സ്റ്റ് ലാബ് അല്ലേ നമുക്ക്? യാ കെമിസ്ട്രി ലാബ്. എടാ ഒന്ന് മാറ്റി പിടിക്കടാ, സാറ് പിടിക്കും. അനക്ക് ഇൻസ്റ്റഗ്രാം സ്വന്തമായിട്ടൊരു ഫോൺ വാങ്ങിക്കൂടെ? എടാ ഇതിലെന്തായാലും ഡാറ്റ ബാക്കിയില്ലേ? ഇതെന്തിനാ ഏത് നേരം ഓരോ നോക്കിക്കണേ? എടാ കുറച്ച് അറിവുണ്ടാവാനാടാ. എന്തൊക്കെ വലിയ വലിയ കാര്യങ്ങൾ അവർ പറയണ അറിയോ? നമ്മളൊക്കെ വെറുതെ സ്കൂളിൽ വരിക. എന്നിട്ട് വല്ലതും പിടുത്തം കിട്ടിയാ? വാ ക്ലാസ് പോ. എടാ ഓനെന്തായാലും ഒരു കലിപ്പ് കേട്ടോ. എടാ ജി പണ്ടൊരു കുത്തെടുത്തില്ലേ ഫസ്റ്റ് ഇയറിലെ? ആ അവനാ. എപ്പോ? എടാ ഈ കൊല്ലം ഫസ്റ്റില് സ്കൂൾ തുടങ്ങിയപ്പോ അഖിലും ഗാങ് ഒക്കെ പടാറാകിയത് ഓർമ്മയില്ലേ? അതെ.
ദേഷ്യം എനിക്ക് ദേഷ്യം വിട് ഞാൻ ഇതുവരെ ആരും അടിച്ചില്ലടാ. എനിക്ക് കൊതി കൊണ്ടറാ. ഇടയിക്കോട്ട് കുത്തെടുത്തോ, ഫ്രീ ചാൻസാ. ആ എന്താ ഇന്നത്തെ കൈ നേരക്ക് എടാ ഞാൻ അപ്പോഴേ മറന്നടായി. ആ കൊടുത്തവൻ മറക്കും, കൊണ്ടവൻ മറക്കൂല. ഇക്ക് തോന്നണം ഓൻ എന്നെ പിടിക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. എടാ ഇജ്ജ് ഉണ്ടാവില്ല എൻ്റെ കൂടെ. ഞാനെന്തിനാ? അത് ശരി. എന്ത് വേടാ ഇത്? എല്ലാരും സയൻസിലോട്ട് ചെല്ല്. മലയാളം കമ്പൈൻഡ് ക്ലാസ്സാ. പോ വേഗം സൈലന്റ് ആയിട്ട് പോണേ. എടാ ചാട്, സൈലന്റ് ആയിട്ട് വാട്ടറാ. ഇവിടെ സ്ഥലമില്ലടാ. എടാ നീ ഇരിക്കടാ. അപ്പുറം സ്ഥലം സീറ്റില്ലാത്തവർ അപ്പുറത്തോട്ട് മാറിയിരിക്കും. ഞങ്ങളിരിക്കണം. എടാ അവിടെ പോയിരുന്നോ, അവിടെ സ്ഥലം ചെയ്യും. നമ്മുടെ ഇക്കൊല്ലത്തെ പോർഷൻസ് മുഴുവൻ തീർന്നതാണ്. ഇന്ന് നമുക്ക് നിങ്ങളുടെ പോർഷൻസിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് നമുക്ക് ക്ലിയർ ചെയ്യാം. വെള്ളിയാഴ്ച നടക്കുന്ന സെൻഡ് ഓഫ് ഡേ പരിപാടിയിൽ പാലിക്കേണ്ട നിബന്ധനകൾ: അന്നേ ദിവസം വൈകിട്ട് 4 മണി മുതൽ 4:30 വരെ അരമണിക്കൂർ മാത്രമേ സെൻഡ് ഓഫ് ചടങ്ങുകൾ അനുവദിക്കുകയുള്ളൂ. അമിതമായ ആഘോഷങ്ങൾ പാടില്ല. ഒരേ കളറിലുള്ള വസ്ത്രധാരണമോ വാഹനം പ്രദർശിപ്പിച്ചുള്ള പ്രകടനമോ പാടില്ല. ലഹരി വസ്തുക്കളുടെ ഉപയോഗവും പരസ്പരം മഷികൊടയലും കർശനമായി നിരോധിച്ചിരിക്കുന്നു. ഇനിയും പാടില്ലാത്ത കാര്യങ്ങൾ വല്ലതും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നോട്ടീസ് ബോർഡിൽ പതിക്കുന്നതാണ്. എല്ലാവർക്കും സെൻഡ് ഓഫ് ഡേ ആശംസകൾ. പറയടാ ടീച്ചറെ, ക്യാമ്പ് ഫയറിനെ പറ്റി സംസാരിച്ചില്ലല്ലോ. ക്യാമ്പ് ഫയർ നടത്തിയില്ലെങ്കിൽ സെൻഡ് ഓഫും വേണ്ട. മൊത്തത്തിൽ അത് പാടില്ല ഇത് പാടില്ല. ഇതെന്താ ജയിലാ? നൈസായിട്ട് ഞങ്ങളെ ഒഴിവാക്കാനൊന്നും നോക്കണ്ട. കുറെ കാലമായി നമ്മളെ പറ്റിക്കുന്നു. ഞങ്ങളിത് പ്രശ്നമാക്കും. ഇരിക്ക് അഖില ഒന്ന് ഇരിക്ക്, ഞാനൊന്ന് പറയട്ടെ. ഇങ്ങനെ വിട്ടാലൊന്നും പറ്റില്ല. പ്രശ്നമാക്കണം. എത്രയോ കുട്ടികൾ ഇവിടുന്ന് പഠിച്ചിറങ്ങി പോയിരിക്കുന്നു. പക്ഷെ നിങ്ങളെപ്പോലെ എൻ്റെ മനസ്സിൻ്റെ ആഴത്തിൽ പതിഞ്ഞ മറ്റൊരു ബാച്ച് ഇല്ല. നമ്മൾ കലഹിച്ചിട്ടുണ്ടാവാം, തർക്കിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഈ സ്കൂളിൻ്റെ ഇടനാഴിയും മുറ്റവും നെല്ലിമരവും ഇവിടുത്തെ കാറ്റും ഇതൊക്കെ 2 വർഷത്തെ നിങ്ങളുടെ ജീവിതമായിരുന്നു. പോകുമ്പോൾ ഇതൊക്കെ നിങ്ങൾ കൂടെ കൊണ്ടുപോകണം. വേർപിരിയല് ഒരു വേദനയാണല്ലേ. കുറെ ഓർമ്മകളെ ഇവിടെ വിട്ട് നിങ്ങൾ ഓരോരുത്തരും ഒറ്റപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് യാത്രയാവുകയാണ്. മനസ്സിലൊരു വിങ്ങലുണ്ട്, തൊണ്ടയിൽ തടഞ്ഞു നിൽക്കുന്ന ഒരു കരച്ചിലുണ്ട്. സൗഹൃദങ്ങളെ വിട്ടുപോകുമ്പോൾ ആർക്കാണ് കണ്ണു നിറയാതിരിക്കുക? ആഘോഷങ്ങളെക്കാൾ മൗനമായ വിടപറച്ചിലല്ലേ സുഖം? പരസ്പരം ഹൃദയങ്ങൾ കൊളുത്തിപ്പിടിക്കുന്ന ഒരു ബന്ധം നമുക്കിടയിലുണ്ട്. അത് ജീവിതകാലം മുഴുവൻ മനസ്സിലുണ്ടാവണം. ഈ നിമിഷം ആഹ്ലാദിക്കാനുള്ളതല്ല, നിശബ്ദമായി വിട ചോദിക്കാനുള്ളതാണ്. ഇനിയൊരു വാക്കുച്ചരിച്ചാൽ ഞാൻ കരഞ്ഞു പോകും. എൻ്റെ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ മാപ്പ്. സ്നേഹം. വേണ്ടേ, അവന്മാരൊന്നും നമ്മുടെ കയ്യിക്കുന്ന പിള്ളേരല്ല. നമ്മളൊന്നും അയഞ്ഞ അവന്മാര് കയറി നിരങ്ങും. അത് ഇതുവരെയില്ലാത്തൊരു ക്യാമ്പ് ഫയർ. എന്താ ടീച്ചറെ ഒതുക്കിയോ? എൻ്റെ പൊന്നോ, ഒന്നും പറയണ്ട. കഷ്ടപ്പെട്ടു പോയി. അവസാനം സെന്റിമെന്റ്സ് പിടിച്ച് ഞാനൊരു കളി കളിച്ചു. കരഞ്ഞു വരെ കാണിക്കേണ്ടി വന്നു. അടിപൊളി. ടീച്ചർക്ക് സിനിമയിൽ ഒരു കൈ നോക്കിക്കൂടെ? ഞാൻ അഭിനയിച്ചതേ നിങ്ങൾക്കൊക്കെ വേണ്ടിയാ. അതുകൊണ്ടെന്താ, ക്യാമ്പ് ഫയർ ഒഴിഞ്ഞു കിട്ടിയില്ലേ, എല്ലാവരുടെയും തലവേദനയും മാറി. ടീച്ചറെ, ആ കണ്ണോടൊക്കെ എന്നിട്ട് നമുക്ക് ക്യാമ്പ് ഫയറിനെ പറ്റി സംസാരിക്കാം. എന്ത് ക്യാമ്പ് ഫയർ? അതൊന്നും നടക്കൂല. ടീച്ചറെ, നമുക്ക് പ്രാവശ്യം സ്റ്റഡി ടൂറിലായിരുന്നു, കലോത്സവമില്ലായിരുന്നു.
അങ്ങനെ ഒരു ഡാർക്ക് സീനിൽ മൂക്ക് കഴിഞ്ഞുകൊണ്ട് ബൈ പറഞ്ഞുകൊണ്ട് നമ്മളെ കിട്ടൂല. നമ്മളിരുന്ന് കുറച്ച് പാട്ടെല്ലാം പഠിച്ചേ പോകുന്നുള്ളൂ. ഇവിടുത്തെ ഇടനാഴിയും നെല്ലിമരവും ഈ കുളത്തിൽ പിടിച്ച ഹൃദയമൊക്കെ ഒന്ന് ആസ്വദിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ക്യാമ്പ് ഫയർ അനുവദിക്കുന്നുണ്ടോ ഇല്ലയോ? ടീച്ചർ അഭിനയിച്ചൊക്കെ ഈ ഫോണിലുണ്ടിട്ടാ, ഫേസ്ബുക്കിലിട്ട് വൈറലാക്കും. ഓരോ ഒത്തുതീർപ്പും ഇല്ല, ഞങ്ങൾക്ക് ക്യാമ്പ് ഫയർ വേണം. അഖിലേ, നിങ്ങൾ എന്ത് ഫയർ വേണേലും നടത്തും, പക്ഷേ സ്കൂളിന് മാത്രം തീയിടരുത്. അന്നത്തെ ദിവസം നിങ്ങളെല്ലാം ഞങ്ങളുടെ നിരീക്ഷണത്തിലായിരിക്കും. ബാക്കി CCTVയുടെ. അത് നിങ്ങൾ എന്താ കാണിക്കും? പാടാ. പേടിച്ചു പോയി പാവങ്ങൾ. മാഷുമാരുടെ നിരീക്ഷണത്തിലാണെങ്കിൽ എന്തിനാടാ ക്യാമ്പ് ഫയർ? അതിന് പകരം ഒരു ദിവസം കൂടി ക്ലാസ് വെച്ചാൽ പോരെ? അവരെ നിരീക്ഷണല്ലേ, അതിനെ നമുക്ക് പണിയെടുക്കാം. വാ. ഇക്ക ഒരു നാരങ്ങ വെള്ളം. ഇക്ക 2 നാരങ്ങ വെള്ളം, ഒരു ഉപ്പിട്ട് മതിയേ. നിങ്ങളൊരു കഥ അറിയോ? അപ്പത്തെ നിസാറ് ഇന്ന് അയില എന്നോട് 150 വിൽക്കാൻ പറഞ്ഞു. നിസാറ് 150 നിന്നോട് അയില വിൽക്കാനാ? ഓണെത്രയൊക്കെ വിൽക്കുന്ന അറിവ് എനിക്ക്. 160 വിൽക്കുന്നു. 160 വിൽക്കുന്നോനെ. നീ ഒരു കാര്യം ചെയ്യ്, നീ അത് പോയിട്ട് 150 വിറ്റ് കാര്യാക്ക്. ഞാൻ ഓനെ അറിയാണ്ട് 160 വിറ്റത്. വരുന്ന ഒറ്റ മിനിറ്റ്. എനിക്ക് കുടിക്കാനൊന്നും വേണ്ടേ? എന്നാ ശരി ആട്ടെ. അല്ലോ, ഇത് ഏതിലേന്ന് ഉപ്പ്? അയ്യോ ഇക്ക, ഇത് ഉപ്പാണല്ലോ. അങ്ങനെ ഒരു പ്രശ്നണ്ടാ? അതിങ്ങതാ, നീ കൊണ്ടാ ഇത് പിടി. ഇതാ മോള് കുടിച്ചോ. ഇപ്പൊ ശരിയായില്ലേ? മോള് കുടി. ഉപ്പ് ഞാനല്ലേ പറഞ്ഞത്. കുഴപ്പമില്ല, ഞാൻ കുടിച്ചോളാം. ജിപ്പ് കുടിക്കത്തല്ലേ? കുഴപ്പമില്ല, ഞാൻ കുടിച്ചോളാം. ആണോ? ഏട്ടാ 2 പോരി. ഭിക്ഷ എത്ര? 40 രൂപ. 40 രൂപ. 40 രൂപ. ഒരു പരിപാടി. മോനെ, അമ്മച്ചി ഒരു കാര്യം പറയട്ടെ. വാ മോനെ, ഇങ്ങ് വാ. എടാ പെടുത്താനായിട്ടാ പോണ്ട. കൊറേ നാൾ ആഗ്രഹിച്ച കാര്യം നടക്കാത്ത വിഷമത്തിലാണല്ലേ? എടാ മൊബൈൽ തട്ടിപ്പാടാ. 2 മാസം കൊണ്ട് നടക്കും. സന്തോഷായിട്ടിരുന്നോ. മുഖം കണ്ടാലറിയാം അതിലും വലിയൊരു അത്ഭുതം മോന് സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന്. ദാ ആ കൈ ഒന്ന് കാണിച്ചാ അതെന്താണെന്ന് അമ്മച്ചിക്ക് പറയാൻ പറ്റും. അമ്മച്ചിക്ക് 5 പൈസ വേണ്ട കേട്ടോ. ഐശ്വര്യമുള്ള ജന്മ മോൻ്റെത്. വെറുതെ ആ കൈ ഒന്ന് നീട്ടിയാ മതി. എടാ ഫ്രീ ആടാ. എന്നാ ബാ. അത്ഭുതം വെച്ചാ പറ. വെറുതെ അല്ല, അമ്മച്ചിയുടെ ഊഹം തെറ്റിയിട്ടില്ല. വരച്ചു വെച്ചിട്ടുണ്ടല്ലോ. അമ്മച്ചി ആ രഹസ്യം പറയട്ടെ. മോനറിയാതെ തങ്കം പോലെ ഒരു പെൺകുട്ടി മോനെ ഇഷ്ടപ്പെടുന്നുണ്ട്. സൂര്യനെ ചുറ്റുന്ന ഭൂമി പോലെ മനസ്സിൽ വെമ്പലുണ്ടെങ്കിലും അടുക്കാതെ, പ്രാണം പോയാലും വിട്ടുപോകാതെ ദാ ഇങ്ങനെ ചുറ്റി നടക്കുന്നുണ്ട്. പേര് പറയോ? ദാദാ അമ്മച്ചിക്ക് മക്കള് ഫീസ് തരണ്ട കേട്ടോ. എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് ഭഗവാന് ദക്ഷിണയായിട്ട് കൊടുത്താ മതി. അനുഗ്രഹത്തിന് ഫലം ഉണ്ടാവാനാ. അത് മതി കേട്ടോ. ഹസ്തരേഖാശാസ്ത്രം ചില സൂചനകൾ തരും. വിത്തം വിദ്യാ വിനയം വിശാല ഹൃദയം, താരുണ്യം കൊണ്ട് അനുഗ്രഹമുള്ളവൾ, നിലാവിന്റെ ശോഭയുള്ളവൾ, കണങ്കാലുകളിൽ ചിലങ്ക അണിഞ്ഞവൾ,
ദേവിയെ പോലെ നേരിട്ട് പ്രത്യക്ഷപ്പെടാൻ അധിക സമയമില്ല. ദാ ഇനി മുമ്പിലെത്തുന്ന വാക്കുകളും കാഴ്ചകളും ഒന്നും അവിശ്വസിക്കണ്ട. എല്ലാം നിമിത്തങ്ങളാണ്. നടക്കാത്തതായിട്ട് ഒന്നുമില്ലാട്ടോ. മോൻ ധൈര്യമായിട്ട് പോയിക്കോ. ആ മോനെ വാ വാ, കൈ നോക്കി ഫലം പറയാലോ. വാ. തള്ള നൈസായിട്ട് പോക്കറ്റ് അടിച്ച് ആരും പറയണ്ട, കുറച്ച് പോയിട്ട് ഹായ് ഹായ്. അച്ഛാ, ഇത് സുബോധ്, ഇത് ചാൾസ്. സുബോധ് അത്യാവശ്യം ഡാൻസ് ഒക്കെ കളിക്കാറുണ്ടല്ലേ? ഇവൾ ഇതുവരെ ഒരു സ്റ്റേജിൽ കയറിയില്ല കേട്ടോ. വീട്ടിൽ കിടന്നുള്ള തുള്ളൽ മാത്രമേ ഉള്ളൂ. അച്ഛനെന്നെ പറ്റി നല്ല മതിപ്പാ. ഒരു തിന്ന്. ആ നാളെയല്ലടി രാജേഷ് വരാന്ന് പറഞ്ഞേ? ആ നാളെ വരൂലേ? അപ്പൊ പോട്ടെ. മോനെ കൈ നോക്കാലോ. വാ. താരുണ്യം കൊണ്ട് അനുഗ്രഹമുള്ളവൾ, നിലാവിന്റെ ശോഭയുള്ളവൾ, കണങ്കാലുകളിൽ ചിലങ്ക അണിഞ്ഞവൾ, ദേവിയെ പോലെ നേരിട്ട് പ്രത്യക്ഷപ്പെടാൻ അധിക സമയമില്ല. ഇനി മുമ്പിലെത്തുന്ന വാക്കുകളും കാഴ്ചകളും ഒന്നും അവിശ്വസിക്കണ്ട. നടക്കാത്തതായിട്ട് ഒന്നുമില്ലാട്ടോ. മോൻ ധൈര്യമായിട്ട് പോയിക്കോ. ഒരേ മുഖം ഈ മകളിലതിശയം പാകി, ഇരവിലുമിളവയിൽ ചൂടി, മനമാകും മരുഭൂവിൽ കടലേകി. ഒരേ മുഖം ഒരാൾ മുഖം ഈ മകളിലതിശയം പാകി, മനമാകെ കടൽ തൂകി. ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടില്ല. ഗുരു ആരാ? ഏകവല്യനാണോ? ലവ്യൻ, ഏകലവ്യൻ. ഈ എന്താ കാണിക്കണേ? ഓളെ തൊട്ട് കളിക്കാൻ എന്താ മടി? ഒന്ന് മര്യാദയ്ക്ക് ഒന്ന് പിടിച്ചു കളിച്ചൂടെ? ആപ്സ് ഇത് ശരിയാവില്ല കേട്ടോ. ടൈം വേസ്റ്റ്. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. യെസ്. സുബോധൻ എന്നെ തൊടാൻ നാണവാ. പിന്നെന്താ, ഇത് ഡാൻസ് അല്ലേ, അടിപൊളിയാക്കട്ടോ. വാ. ശാന്തമെൻറാവുകൾ സ്വകാര്യമായി കരടും നീളം നീ ലോലമായി താണൊരുകി വീണു പോയി നിൻ നിലാനിറം കടം തരും നീളം കിനാക്കളിൽ കാലമെഴുതും കാലടികളാൽ ഓർമ്മ വഴികൾ മൂടി നീ. ദന്തറാ തൊടാൻ പറഞ്ഞിട്ട് ഇങ്ങനെ കയറി പിടിക്കാം. ഓവറാക്കല്ലേ. ഇത് പിടിച്ച ഓക്കെ, സെറ്റാക്കിട്ടോ. ഓക്കെ
മയത്തില്. ഓക്കേ? ഒരേ മുഖം ഇമകളിലതിശയം പാകി എന്താണ് എന്താണ് ദൂരാ എന്റെ പാട്ടിയാലും മേലെ ഊറാ. ഇത് ഞാൻ പൈസ കൊടുത്ത് മേടിച്ചല്ലേ? പൈസ കൊടുത്ത് മേടിച്ചാ? ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഉണ്ടാക്കിയ പാഷനാണ്. ഊറാ ഇയാളെ സൈക്കോ. ഊറേ അങ്ങനെ അടിച്ചു മാറ്റാൻ ആരും സമ്മതിക്കില്ലേ? കാണാതെ നാം പകലാഴങ്ങളിൽ കാണാതെ നാം പുലർവേളയിൽ രണ്ടന്യരാണിതെന്നാകിലും വരുമാത്ര നേരങ്ങളിൽ ഇടം വലം കലർന്നിടണം. ഒരേ മുഖം ഒരാൾ മുഖം ഇമകളിലതിശയം പാകി മനമാകെ കടൽ തൂകി. നാളെ രാവിലെ എൻ്റെ വീട്ടിലേക്ക് വരുമോ? എൻ്റെ അമ്മയെ കാണാ. കാഠ്മണ്ഡുന്ന് എൻ്റെ അമ്മ വരുന്നുണ്ട്. വരണേ. ഇവരെന്തിനാ വരണേ? ഓക്കെ ബൈ. ബൈ ബൈ. പള്ളിയല്ല പണിയണം പള്ളിക്കൂടമായിരം പുത്തനമ്പലങ്ങളല്ല പണിയിടങ്ങൾ തീർക്കണം. നിനക്ക് ഷൂ ഇല്ല? മറ്റേ ഇല്ല പൈസ മോമ്പ ഒരു ഷൂ മേടിച്ചോ. 200 രൂപയ്ക്ക് ഷൂവാ? തികയില്ല. ചാച്ച നാളെ 200 കൊടുത്ത് തരാം. എൻ്റെ മോൻ ഷൂ ഇടണം. ഒരാളടുത്ത് നമ്മൾ താഴാൻ പാടില്ല. ചാച്ചനൊന്ന് പോയിക്ക. പുതിയ ഷൂവിന് 2000 ഉറുപ്പ്യാവും. ഫോണ് ആരാ? സുബോധ്. എന്താടാ 2000 ആവുക? നീ ഒരു കാര്യം ചെയ്യും, നമുക്ക് കുറച്ച് കൊടുക്കാം. നീ ഷൂ വാങ്ങി ചാച്ചൻ എല്ലാ ദിവസവും 200 വെച്ച് തരാം. ഈ കാഠ്മണ്ഡൂന്ന് ഏതമ്മ വരാനാടാ? എടാ ശരു, കല്ലുവിന്റെ യഥാർത്ഥമ്മ മരിച്ചുപോയി. അവളുടെ അച്ഛൻ 2ാമത് കെട്ടിയ അമ്മ ഇപ്പോഴും നാട്ടിലുണ്ട്. ഞാൻ ഒന്നും കൂടി കണ്ട. പിന്നെ ഏതമ്മ? അമ്മ വരുന്നുണ്ട്, കാണാൻ വരെന്നാ പറഞ്ഞേ. ഒരു കുറവും വരാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഒന്ന് മിണ്ടാരി ചാച്ചാ. ഒന്ന് മിണ്ടാണ്ട് കിടക്ക്, ചെക്കൻ ഫോൺ ചെയ്യട്ടെ. ഞാൻ മിണ്ടൂല. എൻ്റെ മോന് ഇഷ്ടമില്ല, ഞാൻ മിണ്ടൂല. പിന്നെ നീ അവരെ കണ്ടിട്ട് എന്തിനാ? നീ എന്തായാലും ചെല്ല്, സംഭവം എന്താ അറിയാലോ. അപ്പൊ ശരിടാ. ഓക്കെ ഓക്കേടാ. ഓക്കെ ഓക്കെ. ഞാനാ വാ കേറ്. അതാ ഞങ്ങളുടെ അമ്മ. കാഠ്മണ്ഡുവിൽ ഹോസ്പിറ്റലിൽ നഴ്സായിരുന്നു അമ്മ. 7ാം ക്ലാസ് വരെ ഞാൻ അവിടെയാണ് പഠിച്ചത്. അമ്മയുടെ കൂടെ ഉണ്ടായിരുന്ന കാലമായിരുന്നു എൻ്റെ ബെസ്റ്റ് ഡേയ്സ്. 5 വർഷം മുമ്പ് ഹോസ്പിറ്റലിലേക്ക് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു. അമ്മയുടെ ഹൃദയം അവിടെ വേറൊരാൾക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്തു. അവരെല്ലാ കൊല്ലവും ഞങ്ങളെ കാണാൻ വരും.
മൈ ഫ്രണ്ട് സുബോധ്. ഹലോ. ഹലോ. ഹീസ് എ ഡാൻസർ. ഓ വെരി ഗുഡ്. പ്ലീസ് വാ. വരൂ. She was great. ദാ മോനെ. കിഴ എഗ്. നേരിട്ട് പറഞ്ഞോളൂ, ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാനിപ്പോ അവർക്ക് അമ്മയെ പോലെയല്ല, അമ്മ തന്നെയാണ്. അല്ലെങ്കിൽ അങ്ങനെ ആവാനുള്ള ശ്രമത്തിലാണ്. എൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കണം. എപ്പോഴായാലും കുട്ടികൾ റിയാലിറ്റിയുമായി പൊരുത്തപ്പെട്ടല്ലേ പറ്റൂ. സോ ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ് എക്സ്റ്റെൻഡ് ദ വിസിറ്റ് പീരിയഡ്. കുറച്ചു കാലത്തേക്ക് വരുന്നത് നീട്ടി വെക്കണം. We can understand. ഇനി എപ്പോഴാ വരിക? Anytime, as you wish. ഓന്താ അവരിനി വരില്ല. എനിക്കറിയാം. നാളെ സ്കൂളിൽ കാണാം. എന്താടാ എന്തേ നീ എന്നെ തന്നെ നോക്കിയിരിക്കുന്നു? അമ്മേനെന്താ നോക്കിയിരുന്നോടെ?
തേങ്ങ പറഞ്ഞു മാങ്ങേ തെങ്ങിന് ഞാനൊന്ന് വീണേ മാങ്ങ പറഞ്ഞു തേങ്ങേ കല്ലേറ് കൊണ്ട് വളഞ്ഞ് ചെണ്ടയ്ക്കകം കൊണ്ട പൊള്ളൽ നീറ്റും ഉള്ളുള്ള മദ്ദള മെതിനെയും ഊഴം പെരും കണ്ണിൽ പായും മാടിൻ ഉള്ളാന്തലാണ ജന്മം. I would like to work with NASA and get settled in USA. Oh, is it? Same here, but in Silicon Valley. നാളെ തോന്നാ നിക്കടെ കേക്കട്ടെ. ഞാൻ പ്ലസ് ടു കഴിഞ്ഞാൽ ബിടെക് ഇൻ IIT, then MIT. MIT is my first preference, but മമ്മിക്ക് കാനഡയിൽ സെറ്റിൽ ആവുന്നതാ ഇഷ്ടം. ഓ വാവ്. അവിടെ ചാള ഒന്ന് വന്നങ്ങട്ടേ. ഒറ്റ മിനിറ്റ്, ഞാൻ വീട്ടിലോട്ടൊന്ന് വിളിക്കട്ടെ. ഹലോ മമ്മി, ആനനെ മാറ്റി കെട്ടിയോ? ആ വെരി ഗുഡ് വെരി ഗുഡ്. എന്ത് ഇന്നത്തെ തീറ്റയാ? അത് നമ്മളെ എസ്റ്റേറ്റിന് 2 തെങ്ങ് പറിച്ചു കൊടുത്താള്. ആ ശരി ശരി, ഇനി പോവാ വാ. ആ ശരിക്കൊക്കെ എന്തൊക്കെ പ്ലാനാടാ, ഞെട്ടിപ്പോയി ഞാൻ. ഇത് കഴിഞ്ഞിട്ട് എൻ്റെ പരിപാടി എന്താ? ഞാൻ ലോഡിങ്ങിന് പോവും, ചാച്ചൻ ലോഡിങ്ങല്ലേ പണി. അല്ലെങ്കിൽ ഈ അമേരിക്കയ്ക്കൊന്നും ഞാനില്ല. നമ്മളെ നാട്ടിൽ നമ്മളെ അച്ഛൻ്റെ അമ്മേൻ്റെ ഒക്കെ കൂടെ ജീവിച്ച് കാണിക്കലടാ തഗ്. വാ. എടാ സുബോധേ, നമുക്ക് മാത്രം എന്താണെന്ന് സെറ്റ് ആവത്ത്? നമുക്കൊക്കെ വല്ല കുഴപ്പമുണ്ടാ? 10-12 സ്കൂളിൽ പഠിച്ചിട്ട് ഒരു ലൈൻ പോലും ഇല്ലാത്തതിന് വീട്ടുകാരെ കളിയാക്കാൻ തുടങ്ങി. അഖിലേ, അഖിലേ, എന്താ? അഖിലിനെ വിളിച്ചതാ, അഖിലേനല്ല. ഓ ശരി ശരി. അവിടെ ചാളു, എനിക്കൊരു കാര്യം പറയാണ്ട്. എന്താടാ? അന്ന് അമ്പലത്തിൽ വെച്ചിട്ട് ആ കൈ നോക്കണ അമ്മച്ചി പറഞ്ഞില്ലേ, അത് സത്യടാ. എന്ത്? ഒരു പെൺകുട്ടിക്ക് എന്നോട് ഭയങ്കര ഇഷ്ടാന്ന്. ആർക്കടാ? ആ അമ്മച്ചി പറഞ്ഞ പെൺകുട്ടി കല്ലുവെന്ന് തോന്നുന്നു. എങ്ങനെ മനസ്സിലായി? മൊത്തത്തിൽ കല്ലൂരിനോടുള്ള പെരുമാറ്റത്തിൽ എന്തോ ഒരു ഇഷ്ട കൂടുതലുണ്ട്. എന്റെ പൊന്നു ശരു, ഓളെന്നെ ഡാൻസിന് കൂട്ടി കണ്ടിട്ടാണ്. എടാ അതൊക്കെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ അടുപ്പാണ് ഇഷ്ടാ. അല്ലെങ്കിൽ പെൺകുട്ടികളെ കണ്ട് സോഷ്യലായാലേ നമ്മൾ പെട്ടെന്ന് ഒരു മാക്സ് ആവാൻ നിൽക്കരുത്. എടാ എനിക്ക് ഉറപ്പാടാ. എന്ത്? ഓൾക്ക് തന്നെ ഇഷ്ടാന്നാ? അല്ല, എനിക്ക് അവളെ ഇഷ്ടാന്ന്. സുബോധ, എനിക്കും കല്യാണം ഇഷ്ടാടാ. സത്യം സത്യം. ഈ ലോകത്ത് കല്യാണം ഇഷ്ടപ്പെടുന്ന എല്ലാവരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി മുതൽ ഇജ്ജാണ് ഒരു ആംഗ്ലേനെ പോലെ ഞങ്ങളെ കൂടെ ഫുൾ ടൈം വേണം. അടുത്ത് ഓളോട് എങ്ങനെയാടാ ഒന്ന് പറയാ? എടാ അനക്ക് ഇന്നലെ പറഞ്ഞോടായിരുന്ന നല്ലൊരു അവസരം കിട്ടിയല്ലേ? എങ്ങനെ പറയണ്ട്? എടാ ഇജ്ജ് ഒരു കാര്യം ചെയ്യ്, പുതിയൊരു സ്റ്റൈലും ഇടി. വെട്ടി തുറന്നൊരു ചോദ്യമാണ് ചോദിക്കാം, ഒരു ഫ്രണ്ട് ആകാനാണോ ലവർ ആകാനാണ് ഇഷ്ടം? ഫ്രണ്ട് ആവാന്ന് പറഞ്ഞാല്? ഫ്രണ്ട് ആവാന്ന് പറഞ്ഞാലും മറ്റേ ലെവൽ ഇഷ്ടമല്ലെന്ന് കരുതാ. അയ്യോ, അപ്പൊ പിന്നെ നമ്മൾ ഐഡിയ മാറ്റി പുറകെ കിടക്കേണ്ടി വരും. പിന്നെ നീ ഇഷ്ടമാണെങ്കിൽ തന്നെ ഒരു പെൺകുട്ടിയും ചാടി കയറി ലവർ ആകാന്ന് പറയൂല. നാണിച്ചൊരു ചിരി ഇരിക്കും, ഒരു 1.5 ചിരി. ചോദിക്കാൻ എനിക്ക് ധൈര്യം ഉണ്ടോ? ഇല്ല. ധൈര്യം സംഭരിക്കണോ? നാളെ സെൻഡ് ഓഫാ. ഓടി നടന്ന് പ്രേം പറയുന്നവരുടെ തിരക്കായിരിക്കും. വേറെ ആരെങ്കിലും ബുക്ക് ചെയ്യണം മുന്നേ ഇപ്പൊ തന്നെ പറയണോ? എടാ കല്ലു, ഇപ്പൊ പറയില്ലേ? ഇപ്പൊ പറയില്ലേന്ന് പറയണ സെറ്റല്ലേ? എന്നാ ധൈര്യം കിട്ടുന്നു. കല്ലു, ഒരു എടാ ചാളു, സുബോധെ, കലവറേന്റെ ചാർജിങ് ഒക്കെ ആണ്. നാളെ കൃത്യം 12 മണിക്ക് മുമ്പ് ബിരിയാണി ചെമ്പെടുത്തിക്കണം.
കല്ലു കേക്കിൻ്റെ എല്ലാം സെറ്റല്ലേ? അതൊക്കെ സെറ്റാ. നാളെ ഉച്ചയാകുമ്പോഴത്തേക്ക് സാധനം ഇവിടെ എത്തും. ബാ എഴുതേണ്ട മാറ്റർ ഞാൻ കാണിച്ചു തരാം. എടാ ചാളു, പിന്നെ ആ ഫ്ലോട്ട് ഉണ്ടാക്കാൻ വരുന്നത് മറ്റേ കുരിശിന് രാത്രി 1/2 ലിറ്റർ വാങ്ങിച്ചങ്ങ് എത്തിച്ചേക്കണം. ഞാൻ പൈസ തരാം. ആടാ ശരി. ശരി കെടുവാൻ്റെ കാറ്റ് പോയാ? എടാ എന്നെ കൊണ്ട് പറ്റും തോന്നില്ലടാ. ഇജ്ജ് എടുക്കട്ടാ, ഞാൻ അഖിലിന് വാട്ടീസിന്റെ ഫണ്ട് വാങ്ങിട്ട് വരാം. എടാ അഖിലേ, എന്താടാ? എന്റെ പൊന്നഖിലേ, ഞാൻ എന്നെ വിളിച്ചല്ല അഖിലിനെ വിളിച്ചതാ. ഇന്നെ കളിയാക്കുന്നാണോടാ? ഒന്ന് പോടി അവിടുന്ന്. ദേ സൂക്ഷിച്ച് സംസാരിക്കണം കേട്ടോ. ഡീ പൊടി എന്നുള്ള വിളിയൊന്നും വേണ്ട. എന്റെ പുറകെ ഒന്ന് ശല്യപ്പെടുത്തിയിട്ട് അഖിലിനെ വിളിച്ചാണ് നമ്പർ അടിക്കുക. ആ പുറകെ കിടന്നതാ, നമുക്ക് പ്രേമിച്ചാലേ. ഫാൻ വെച്ചു പോവാൻ നോക്കാ, പോവാൻ നോക്കാ. ടീച്ചർ ഞങ്ങൾ തമാശക്ക് ചെയ്താന്ന് പറഞ്ഞില്ലേ? തമാശ? അതോ സ്കൂൾ പ്രായത്തില് പരസ്യമായിട്ട് നിന്റെ വീട്ടുകാരെ വിളിച്ചോണ്ട് വരട്ടെ? അവരുടെ മുന്നിൽ വെച്ച് ചെയ്യോ ഈ തമാശ? ഞങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ട് തന്നെയാ വരുന്നത്. ഞങ്ങളുടെയൊക്കെ കാലത്തെ ആമ്പിളര് മുഖത്ത് പോലും നോക്കൂലായിരുന്നു. വലിയ കാര്യം. ഡാടാ കേട്ടൂട്ടാ, അവന്റെ ഒരു പുച്ഛം കണ്ടില്ലേ? തല തെറിച്ച തലമുറ. ഓ വിടുമാശ, അത് അവർക്ക് അതിനുള്ള ബോധമായിട്ടില്ലെന്ന്. മക്കളെ, മോനെ, ഞങ്ങൾ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയല്ലേ ഈ പറയുന്നേ. നിങ്ങളുടെ വളർച്ചയിൽ നിങ്ങളുടെ മാതാപിതാക്കളെ പോലെ തന്നെ ഞങ്ങൾക്കും പങ്കുണ്ട്. നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കലാണ് ഞങ്ങളുടെ പണി. ഓ വലിയ വാർക്ക പണിക്കാര്. ഡാ നീ വരുന്നോ? ആ ഡയലോഗൊക്കെ ഇഷ്ടപ്പെട്ടോ അഖിലേ? എടാ അന്നല്ലേ വിളിച്ചേ, അഖിലേനെ വിളിച്ചാടാ. സുലൈമാൻ പോകുമ്പോ പറഞ്ഞിട്ടുണ്ട്, സുലൈഖാനെ ആരും കാട്ടരുത്. എന്ത് വള കുപ്പി വള, എന്ത് കുപ്പി പാലും കുപ്പി, എന്ത് പാല് ആട്ടും പാല്, എന്താട് കോലാട്, എന്ത് കൊല് ചെണ്ടക്കൊല്, എന്ത് ചെണ്ട മരച്ചെണ്ട, എന്ത് മരം വീട്ടി മരം, എന്ത് വീട്ടി കടം വീട്ടി. കണ്ടു കണ്ടേൻ ഒന്നു നോക്കിയ നേരം കൊണ്ടേൻ എൻ്റെ നെഞ്ചിലിടി മിന്നൽ പോലെ, എന്നിട്ടോടി ഒളിച്ചതുമെന്തേ. കണ്ടു കണ്ടേൻ ഒന്നു നോക്കിയ നേരം കൊണ്ടേൻ എൻ്റെ നെഞ്ചിലിടി മിന്നൽ പോലെ, എന്നിട്ടോടി ഒളിച്ചതുമെന്തേ. കുന്നിക്കൊരു മണിമാല വാങ്ങി എന്നിട്ടൊരു നേരം, കുന്നിക്കൊരു മണിമാല വാങ്ങി എന്നിട്ടൊരു നേരം, തെച്ചിപ്പഴച്ചുണ്ടു കൊട്ടിയിട്ടെന്നെ നോക്കി ചിരിച്ചതുമെന്തേ. തെച്ചിപ്പഴച്ചുണ്ടു കൊട്ടിയിട്ടെന്നെ നോക്കി ചിരിച്ചതുമെന്തേ. ചാളു, കല്ല് വരുന്നുണ്ട്, ഞാൻ പറയാൻ പോവാ. നീ ഉപ്പ് പറ, ഞാൻ ഉപ്പ് എടുത്തിട്ട് വരാം. കല്ലൊന്നും വിചാരിക്കരുത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, കല്ലുവിന്റെ ഫ്രണ്ടായിട്ട് കാണാനാണോ ലവറായിട്ട് കാണാനാണോ ഇഷ്ടം? ഇത് പിടി, അഖില് വരുന്നുണ്ട്, ഞാൻ കുറച്ച് ഡീസന്റ് ആവട്ടെ. എടാ സുബോധേ, കള്ളൂടി പരിപാടി പറ്റൂലട്ടാ, ഞാൻ റിപ്പോർട്ട് ചെയ്യൂ. അയ്യോ അതെനിക്കല്ല, ആർക്കാലും ഇത് സ്കൂളല്ലേ, മോശമായി പോയി. പക്ഷേ നമ്മളോട് ദേഷ്യണ്ടാ, നമ്മളോടെ കുരുത്തക്കാടെല്ലാം കാട്ടിയതുകൊണ്ട്. ഛേ, എന്താടാ, നിങ്ങളോട് ഞങ്ങൾക്ക് സ്നേഹം മാത്രമല്ലേ ഉള്ളൂ.
ഹെൽമെറ്റ് ഉണ്ടായിരുന്നുണ്ട് ചെക്കൻ രക്ഷപ്പെടാൻ സാധ്യത. പക്ഷെ പെണ്ണിന്റെ കാര്യം പോക്കാ, തലടിച്ചല് വീണ എന്താ പറയാ. നിനക്ക് ധൈര്യം വന്നാ? ആ വന്ന്. നാളെ ഞാൻ എന്തായാലും ചോദിക്കും. നാളെ ചോദിച്ചു പിന്നെ ജീവിതത്തിൽ അവസരം കിട്ടിയെന്ന് വരൂല. എടാ ഡാൻസ് കൊള്ളാവോ? എടാ ശരി, ജീവിതം വലുത്, ഡാൻസ് അല്ല. ഞാൻ മൊബൈൽ എടുത്ത് നമ്പർ ഡയൽ ചെയ്താ ഇപ്പൊ തന്നെ ചോദിക്കാം. ഇപ്പൊ തന്നെ? ആ ഇപ്പൊ തന്നെ. ധൈര്യം? ധൈര്യം. അവിടെ എടുക്കണില്ലടാ. ഈ വിട്ടോ, നാളെ വിളിക്കാം. ചോദിക്കും. അടപ്പ് ശരി. പോട്ടെ. കാണാം. ആ സുബോധേ, അച്ഛനില്ലേടാ? ആ ഉണ്ടാവും. ഉണ്ടല്ലേ? പോ. എന്നാ പോ. പ്രകാശ. ഗിരീഷണ്ണ. ആ സഖാവേ എന്തല്ല? നല്ലതന്നെ സഖാവേ, ഇത്തവണ ഒന്ന് ആഞ്ഞു പിടിക്കേണ്ടി വരും. 10 കൊല്ലായി കിട്ടാത്ത വാടാ ഇത്. ആയിക്കോട്ടെ, എന്താ നമ്മള് കാട്ടൊക്കെ അങ്ങനെ നിക്കുമല്ലോ സഖാവേ. ഒരു തർക്കവും വേണ്ട, ഇപ്രാവശ്യം നമ്മൾ പിടിച്ചിരിക്കും. പടക്കവും പഞ്ചായത്ത് നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? ആയിക്കോട്ടെ. എന്റെ പൊന്നു പ്രകാശ, ഇപ്പൊ ഒന്നും വേണ്ട, ചായ കുടിച്ച് മടുത്തു. അങ്ങനെ ആയിക്കോട്ടെ. എന്നാ ശരി മോനെ. ഹലോ ചാളു, മിസ് കോള് കണ്ടിരുന്നല്ലോ. എടാ അത് ഞാൻ വിളിച്ചല്ല, സുബോധന്റെ ഫോണിൽ നിന്ന് വിളിച്ചാ. എന്തു പറ്റി? അതെന്തോ കല്ലിനോട് ഭയങ്കര അത്യാവശ്യമായിട്ട് അവനെന്തോ സംസാരിക്കേണ്ടത്. ഒരു കാര്യം ചെയ്യ്, രാവിലെ സ്കൂളിലേക്ക് അവന്റെ വീട് വഴി ഒന്ന് പോവോ? ഓക്കെ. ഓക്കെ. എടാ മഴ വരുന്നുണ്ടേ. അപ്പൊ ഓക്കെ, ശരി, ബൈ. മമ്മി ഒരു കട്ടൻ ചായ കിട്ടുവോ? നാളെ എന്തായാലും പറയണം, എന്തായാലും പറയും. എഴുന്നേറ്റ് പല്ല് തേക്കുന്നോ അതോ? പോയി പല്ല് തേക്കടാ. എന്താണ് ഉറങ്ങാൻ സമ്മതിക്കുന്നത്? അയ്യോ ഏട്ടാ, എന്തെങ്കിലും പറ്റിയാ? തേങ്ങ പറിക്കുന്ന താഴെ ഇരുന്നാണോ പല്ല് വെക്കുന്നത്? ഇപ്പൊ വടിയാ വരുന്നല്ലോ. ചോര. എടാ സുബോധേ, തേങ്ങ പെറുക്കി കൂട്ടിട്ട് സ്കൂളിൽ പോയാ മതിട്ടാ. അവളോട് പറയ് ഇക്കിന്ന് സെന്റോപ്പാ നേരത്തെ പോണോ. ഞാൻ ചെയ്യൂല. ഞാൻ പോവാട്ടോ. ദോശ തന്നെ ഒന്നും മതി, ഞാൻ ഉപ്പുമാവുന്ന. നീ ഇന്ന് അവളോട് ഇഷ്ടം പറയാൻ പോവല്ലേ? ഈ ഷർട്ട് ഇട്ടാ മതി, നല്ല ചന്തം ഉണ്ടാവും. അമ്മമ്മ എങ്ങനെ പറഞ്ഞു? അതൊക്കെ എനിക്കറിയാം, നീ ഇതിട്. തിന്നാൻ ഇടുന്നൊന്നും കിട്ടിയില്ല. ഭാവിയെ പറ്റി വല്ല പ്ലാനും ഉണ്ടടാ? ഉണ്ട്. ഏതെങ്കിലും IIT ബിടെക് എടുക്കണം.
പിന്നെ സ്കോളർഷിപ്പ് എടുത്ത് നേരെ സിംഗപ്പൂർ പോയി സെറ്റിൽ ആവണം. എന്ത് ഷിപ്പ്? സ്കോളർഷിപ്പ്. ഈ സിംഗപ്പൂർ ജില്ലല്ലോ. ജില്ലേ? ആ പെണ്ണെങ്ങനെയുണ്ടാ? ഏത് പെണ്ണ്? ഓടാ. ശരി അച്ഛാ. എവിടെ നോക്കിയാണോ വണ്ടി കാട്ടി പോണേ? ആ ഫോൺ ഉണ്ടായിട്ടാ നല്ല പോസാ, ഫോട്ടോ എടുക്കട്ടെ. എന്താ ഇടപാട്? പെമ്പിള്ളേരെ ഫോട്ടോ എടുക്കുന്ന ഫോണിങ്ങാടാ. മര്യാദക്ക് ഡിലീറ്റ് ചെയ്തോ? മേലെ ഇത് ആവർത്തിച്ചില്ല, അടിച്ച് പല്ലേക്ക് ഞാൻ മുട്ടേന്ന് തിരിച്ചിട്ടില്ല. ഫോട്ടോ എടുക്കാൻ നടക്കുന്നു. നീ എന്ത് വൃത്തിയോട്ടവനാടാ? സുമേഷ്, സോറി. അമ്മു, പ്രിയ, നോ. പൊന്നു, come on guys, tell me the answer. ആർക്കും അറിയില്ല? ഷുഗർ? നോ നോ, ഇറ്റ് ഈസ് സാൾട്ട്. ഒന്ന് എഴുതിച്ച് പോടാ. എടാ ചാളു, ഇനിയൊന്നും വർക്കൗട്ട് ആവാൻ തോന്നില്ലട്ടാ. ഒക്കെ പൊളിഞ്ഞ്. ഒരു കരിപ്പ് നോട്ടം നോക്കിയടാ. എടാ സാരില്ലടാ, നമുക്ക് എന്ത് സാരില്ല നീ? എടാ പിടിക്കൊന്ന് ഒതുങ്ങടാ. അടച്ചാള് 10 മണിയായി. അതിന് ചെമ്പെടുക്കാൻ പോടാ കളിക്കാണ്ട്. ഗർജിക്കണ്ട, പൊക്കോടാ. ജി വന്ന ചെമ്പെടുക്ക. അല്ലടാ, നീന്ന് പ്രേമം പറയോ? അതാകെ കൊളയേട്ട കലിപ്പ് സീനായി. ബസ്സിലുണ്ടായ സംഭവമല്ല, അതൊന്നും ഒരു വിഷയമല്ലടാ. ആദ്യമൊക്കെ ഒരടക്ക് നല്ലതാ. ഈ ഒരു കാര്യം ചെയ്യ്, കേറിയൊരു മാപ്പാണ് പറഞ്ഞേക്ക്. ഈ മാപ്പ് പറയുന്ന ചെക്കന്മാരെ പെൺപിള്ളേർക്ക് ഭയങ്കര ഇഷ്ടാ. നീ ധൈര്യമായിട്ട് മുന്നോട്ട് വയ്ക്കോ. അതിജ് വെച്ചോ. എല്ലാരും കേട്ടോളിയേ, ഇന്ന് ഇവനോട് ഒരാളോട് പ്രണയം പറയാൻ പോവാ. ആളാരാന്നറിയോ? സയൻസിലെ കല്യാണി. ഇനി പോയി പറഞ്ഞടാ, പോയി പറടാ. എന്താ നിന്റെ ഉദ്ദേശം? ഒരു ഡാൻസിന് കൂടെ കൂട്ടി വെച്ചിട്ട് ഉടനെ പ്രേമമായിട്ട് ഇറങ്ങിക്കോളൂ. നാണല്ലേ നിനക്ക്? സ്കൂള് മുഴുവൻ പാട്ടാക്കി. ഇനി മേലെ എന്റെ മുന്നിൽ വരരുത്, ഇഡിയറ്റ്. ആ ശരിക്കൊടുവാൻ എന്തിനു ചീത്ത വിളിച്ച്? നീ എന്ത് തെറ്റ് ചെയ്ത്? നീ അവളോട് പ്രേമം പറഞ്ഞ? അവനല്ലേ ഫ്ലാഷ് ആക്കിയത്. സുബോധത്തിൽ ചോദിക്കണം. എടാ നമ്മളെന്താ ആർക്കും കയറി കൊട്ടാവുന്ന ചെണ്ടയാ? ജിങ്ങോട്ട് വന്ന മണ്ണട്ടികളുടെ അടിയിൽ നിന്നും രക്തസാക്ഷി
സാക്ഷി വിളിക്കുന്നു. ആ വിളി കേട്ടൊരു സമരമുഖങ്ങൾ ആവേശത്താൽ പാടുന്നു. ഉയരേ 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 ചെങ്കൊടി പാറണ്, ഉടലിൽ ചങ്കിടിയേറണ്. ഇനിയും ഒരു ഉജ്ജ്വല പോരാട്ടത്തിന് തയ്യാറാവുകയാണ് ഞങ്ങൾ. കാടെല്ലാം പൂത്തുപറന്നു ഇന്നീ നാടാകെ പൂത്തുവിരിഞ്ഞ നാളാണേ. അന്നീ മണ്ണോരം ചിന്തിയ ചോരത്തരിയെല്ലാം ഇന്നീ വിണ്ണോരം പാറണ ചെങ്കൊടിയാകുന്നേ. പടരണ ചോരയുള്ള ഞരമ്പി തൊടണ കയ്യിൽ നല്ല കാരിരുമ്പിൽ ചൂട് തട്ടിയ പോലൊഴുകണ ചോപ്പ്. കിഴക്കിഴക്ക് പൊന്തിയ സൂര്യനും അഴകായി കത്തണ ചോപ്പ്. ചങ്കൂറ്റമുള്ളവരായിരങ്ങൾ നെഞ്ചിലേറ്റണ ചോപ്പ്. അങ്ങനെ കാടെല്ലാം പൂത്തുപറന്നൊരു വാഗപ്പൂ ഇന്നീ നാടാകെ പൂത്തുവിരിഞ്ഞൊരു നാളാണേ. അന്നീ മണ്ണോരം ചിന്തിയ ചോരത്തരിയെല്ലാം Smoking is injurious to health. Smoking causes cancer. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. അമ്മമ്മേ, സുബോധ്. അവൻ എണീറ്റിട്ടില്ല മോളെ, ഞാൻ വിളിക്കാം. സുബോധേ. വേണ്ട മമ്മേ, ഞാൻ വിളിച്ചോളാം. സുബോധേ, സുബോധേ. എന്താ പേടിച്ചോ? നീ കൊച്ചിനെ കയറി പിടിച്ചോ? വീട്ടിൽ കയറി വന്ന കൊച്ചിനോട് നീ വൃത്തികേട് അമ്മമ്മ, ഞാനൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് മിസ്സായി പോയല്ലോടാ, അല്ലെങ്കിൽ ഇപ്പൊ മടിയായി പോയനെ. എന്നെ ഒന്നും ചെയ്തില്ല മമ്മേ, പെട്ടെന്ന് ഉറക്കത്തുനിന്ന് വിളിച്ചപ്പോ പേടിച്ചു പോയതാ. ആണോ? സാരമില്ല, അത് അവൻ ഇടയ്ക്കിടയ്ക്ക് കിട്ടാറുള്ളതാ. മോള് വാ, അമ്മമ്മ ചായ എടുക്കാം. വാ. തേങ്ങ പെറുക്കി കൂട്ടിയിട്ട് സ്കൂളിൽ പോയാ മതിയേ. എനിക്കൊന്നും പറ്റൂല, ഏട്ടനോട് പറ. എടി, അവനിന്ന് സെൻഡ് ഓഫ് ആടി, മര്യാദക്ക് പറയുന്ന കേട്ടോ. ഇത് സുബോധനിടാ അമ്മമ്മ തേച്ചെന്നതാ. ഇത് മതി, വാ പോവാ. അയ്യോ, മോൾക്ക് ഒരു ഗ്ലാസ് ചായ കൊടുക്കട്ടെടാ. വേണ്ടമ്മേ, ഞാൻ ചായ കുടിച്ചതാ. പോട്ടെ. എന്താ ചേച്ചാ? ഞാൻ സ്കൂളിൽ പോയിട്ട് കേട്ടോ.
എന്തു പറ്റി? ആകെ ഒരു സ്റ്റേഷൻ കിട്ടാത്ത അവസ്ഥയാണല്ലോ. എന്താ പറയാണ്ടെന്ന് പറഞ്ഞേ? ഇന്നലത്തെ ക്യാമ്പ് ഫയർ അടിപൊളിയായിരുന്നല്ലേ? ആ അടിപൊളിയായിരുന്നു. ഈ സ്വപ്നം കണ്ടാ പരിക്കോ? സ്വപ്നോ? എനിക്കറിയില്ല. ഞാൻ ഇന്ന് രാവിലെ കണ്ട സ്വപ്നം പോലെ തന്നെ കുറെ കാര്യങ്ങൾ. നീ ഇപ്പോഴും സ്വപ്നത്തിലാ? ഒന്ന് വന്നേ. എന്താണ് പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള പരിപാടി? മോള് പറഞ്ഞാ മതി. എഞ്ചിനീയറിംഗ്. അച്ഛൻ അതാ ഇഷ്ടം. എനിക്കും അതൊക്കെ തന്നെയായിരുന്നു മോളെ ഇഷ്ടം. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അച്ഛൻ നോക്കിക്കോ, ഒരു 10 കൊല്ലം കഴിയുമ്പോ ഞങ്ങളൊക്കെ അമേരിക്കയിലോ സിംഗപ്പൂരിലോ എവിടെയെങ്കിലും ഒക്കെ സെറ്റിൽഡ് ആയിരിക്കും അല്ലേ? മോള് സിംഗപ്പൂരിൽ നിന്ന് വരുമ്പോ എയർപോർട്ടിൽ നിന്ന് വേറെ വണ്ടിയൊന്നും കൂട്ടണ്ട. ഇവൻ ഓട്ടോ സ്റ്റാൻഡിൽ തന്നെ കാണുമല്ലോ. ഇന്നലെ ബൈക്ക് മറിഞ്ഞ് മരിച്ചില്ല ആ പെങ്കൊച്ചിന്റെ. അച്ഛാ പോട്ടെ, ബൈ. ഹായ്. ഓളോട് പറഞ്ഞ ആടാ വിട്ടോ. എടാ ശരി, നിനക്കെന്ത് കരുതലാടാ? പോവാ. ആ ഡോറൊന്നടച്ചേ. അവിടെ എടുത്തല്ലേ ടിക്കറ്റ് ടിക്കറ്റ് ടിക്കറ്റ്. എടാ എന്തായി? എന്ത്? ഇജ്ജ് പറഞ്ഞില്ലേ? ഇല്ല. എടാ പൊട്ട, പിന്നെ ഞാൻ എന്തിനോണെന്ന് വീട്ടിലേക്ക് പറഞ്ഞിട്ട് ഈ കിട്ടുന്നു. എടാ ഇന്നലെ എന്നെ ഇറക്കിയ ശേഷം ഓടുന്ന് തിരിച്ചു വിളിച്ചു. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊരു നമ്പർ ഇട്ട് അണക്കെന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, അതുകൊണ്ട് നാളെ എൻ്റെ വീട് വഴി വരാൻ പറ്റുമെന്ന് ചോദിച്ചു. പക്ഷെ അത് മുതലാക്കിയില്ല. എന്ത് കഷ്ടാടാ. എടാ ഇതെന്താ ചോര? എവിടെ? ഇതെവിടെ? ഞാൻ കാണിച്ചു തരാം. സംഭവെല്ലാം കൊള്ളാം. പെൺപിള്ളേർ ഫോട്ടോ എടുക്കലാന്ന് പരിപാടിയല്ലേ? പിന്നെ ഇവന്റെ കഴുത്തിൽ മുറിവ് താൻ വന്ന് ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കോ? വെറുതെ സദാചാരം തള്ളലട്ടാ. അയ്യടാ. എടാ പോവാൻ പറയടാ. എടാ ഈ സ്വപ്നം കണ്ടാ നടക്കൂ? എന്തിന് സ്വപ്നം ഭരിക്കുമോന്ന്? എടാ എത്ര എത്ര പെൺപിള്ളേരായിട്ട് ലൈൻ സെറ്റ് ആവണേ സ്വപ്നം കണ്ടിരിക്കണത്. വെറുതെ ഒരെണ്ണം പോലും സെറ്റ് ആയിട്ടില്ല. എടാ ഇതൊക്കെ ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടാടാ. ഏത്? ഇപ്പൊ ഫോട്ടോ എടുത്തതു. അത് മാത്രല്ല, ഇന്ന് രാവിലെ തൊട്ട് നടക്കണ ഓരോ കാര്യങ്ങളും സ്വപ്നത്തിൽ സംഭവിച്ച പോലെ തന്നെ ഉണ്ട്. നിനക്ക് പ്രാന്തായ? എന്തൊരു അവസരമാണ് കിട്ടി. എൻ്റെ വീട്ടിലേക്ക് എത്തിച്ചെന്നിട്ടും അന്നെ കൊണ്ടൊന്നും പറ്റൂല കേട്ടോ സുബോധ. ഇനി ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? പഞ്ചസാര പാത്രത്തിൽ ഉറുമ്പ് കയറാണ്ടിരിക്കാൻ എന്ത് ചെയ്യണം? അറിയില്ല? അറിയില്ല? ഇന്ന് ഞാൻ പറയട്ടെ, പഞ്ചസാര പാത്രത്തിൽ സാൾട്ട് എന്ന് എഴുതി വെച്ചാ പോരെ? എന്തോ
വിവരങ്ങളാണ് അവന്മാര്. ഞാൻ വിചാരിച്ചു ഇവർക്ക് ഒടുക്കത്തെ വിവരാണ്. ഒന്ന് പോടെ ശരിക്കളെ. എടാ ഈല വിശ്വസിക്കോ? ഇത് ഞാൻ സ്വപ്നത്തിൽ കണ്ടാടാ. എന്ത് ഊടുകളുടെ വിറ്റ സത്യം, ഇന്ന് രാവിലെ മുതൽ ഇതുവരെ നടന്ന മുഴുവൻ കാര്യങ്ങളും ഞാൻ സ്വപ്നത്തിൽ കണ്ടാടാ. അടിപൊളി, അത് സൂപ്പർ അല്ലടാ. അല്ലടാ, കല്ലിന്ന് മരിക്കുന്ന സ്വപ്നത്തിൽ കണ്ടാടാ. എടാ ചാളു, എനിക്ക് പേടിയാവണ്ടാ. എടാ അവള് മരിക്കൂടാ. നീ തനിയാവർത്തന സിനിമ കണ്ടിട്ടുണ്ടാ? ഇല്ല. നിന്റെ അച്ഛൻ്റെ ഒരു അന്ന് നിനക്കും കിട്ടിയടാ. നീ വന്നേ. വാടി. സുബോധ് നിന്റെ പിറകെ തന്നെ ഉണ്ടല്ലോ. ഇത് മറ്റേത് തന്നെ. ഇതാ തന്നെ. എന്താടി ചെയ്യണ്ടേ? ആ എന്താ പറയാനുള്ളേ? എടാ സുബോധേ, 11 മണി, ചെമ്പെടുക്കാൻ പോ. കല്ല് സൂക്ഷിക്കണം. ക്ലാസ്സിൽ തന്നെ ഇരുന്നാൽ മതി, പുറത്തേക്കൊന്നും പോകണ്ടട്ടാ. ഒന്നും ഉണ്ടായിട്ടല്ല, ഒന്നും സംഭവിക്കൂല. പക്ഷേ ഗേറ്റിൻ്റെ അടുത്തേക്ക് പോകണ്ടട്ടാ. ക്ലാസ്സിൽ തന്നെ ഇരുന്നാൽ മതിയേ. പോയിക്കോ, പേടിക്കണ്ടേ, പോയിക്കോ. കല്ലു, ഈ രാജശേഖരൻ ആളെങ്ങനെയാ? എന്തേ? രാജശേഖരന് കല്ലിനോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? ഒന്നുമില്ല, പോയിക്കോ. ക്ലാസ്സിൽ തന്നെ ഇരുന്നാൽ മതിയേ. എന്താടി പറഞ്ഞേ? ആ എന്തൊക്കെയോ പിച്ചുമ്മയും പറയുന്നുണ്ട്. പാവം. കല്ലുണ്ടകത്ത്? കല്ലു? ഏത് കല്ലു? അല്ല, വേറെ ആരെയും ഉണ്ട് അതിനകത്ത്. എന്തിനാ? എന്തി ഇവിടെ ചെമ്പെടുക്കണോ? ലേറ്റ് ആയി, ഇങ്ങോട്ട് വന്നാ.
എടാ ഇന്ന് അടി നടക്കോടാ? അടിയല്ലേ മിക്കവാറും നടക്കും. അഖിലേ, നീ വിചാരിച്ചു കഴിഞ്ഞാൽ അടി ഒഴിവാക്കാടാ. വെറുതെ എന്തിനാടാ? മുരളിയേട്ടാ, നിങ്ങളെ നല്ല കുറുക്കനാന്ന് എനിക്കറിയാം. അടി കാണാനുള്ള ബുദ്ധിമുണ്ട് അവരെ പെരിയേറ്റുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞേക്ക്, നമ്മളായിട്ട് റെഡി ഉണ്ടാക്കൂല. അഥവാ ഇങ്ങോട്ടേക്കാറ്റൊന്ന് കിട്ടിയാ ഒരുത്തനും വെറുതെ വിടുകയില്ല. എടാ, ഞാൻ നമ്മളെ സ്കൂളിന്റെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞല്ലേടാ. നന്മ വരാൻ കോപ്പ്. ചെയ്യുന്ന കാര്യമൊക്കെ പക്കയായിരിക്കണം. ടൂൾ എവിടെയാണെന്ന് അറിയില്ല. അറിയാം. നമ്മുടെ മുഴുവൻ +1 വിവരം അറിയിക്കണം. സെൻഡ് ഓഫ് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ ആയിട്ട് നടക്കൂല. അടിക്കേണ്ടവന്മാരെ ലിസ്റ്റ് മൊത്തം എടുത്തോ, ഞാൻ അടിച്ചോളാം. പിന്നെ നമ്മളെ റാഗ് ചെയ്ത് ഒരുത്തനും വിടാൻ പാടില്ല. കൊമേഴ്സിൽ ആരിസിനെ പിടിക്കണം. എന്നാ അവനെ തപ്പ്. +1 നമ്മളെ പലരും തല്ലാൻ തീരുമാനിച്ചിട്ടുണ്ട്. അടി വരും, നല്ലോണം ശ്രദ്ധിച്ചോളണം. വെറുതെ വായി നോക്കി നടന്ന അടി കിട്ടുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. മിനിമം 2 പേരെങ്കിലും ഒരുമിച്ച് അടക്കണം. പിന്നെ തല്ല് കിട്ടിയാൽ തിരിച്ചു കൊടുക്കാൻ നമ്മൾ ഈ സ്കൂളിൽ ഇറങ്ങൂല. അതുകൊണ്ട് ഫ്ലോട്ട് ഇറക്കുന്നവർ ആരും ഒന്നും ചെയ്യണ്ട, ഞാൻ പറയും അപ്പടിച്ചോണം. മറക്കണ്ട, ഫ്ലോട്ട് ഇറക്കുന്നവർ ആരും ഒന്നും ചെയ്യണം. ഏട്ടാ, സ്കൂളിലേക്കുള്ള ചെമ്പ് പാത്രം തന്നെയല്ലേ? അത് തന്നെ, അത് തന്നെ. ഒരു ഓട്ടോ വിളിക്കണം കേട്ടാ. ഓട്ടോ വിളിച്ചിട്ടുണ്ട് മോനെ. ഇവിടെ മോനെ ചാണകം ഇതുവരെ കണ്ടിട്ടില്ല. എന്താ ചേട്ടാ പാട്? അങ്ങനെ പോന്നു. സ്കൂളിലേക്കാ? ഈ ഒരു കാര്യം ഏറെ മാപ്പാണ് പറഞ്ഞു. ഈ മാപ്പ് പറയുന്ന ചെക്കന്മാരെ പെൺപിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ എന്തൊന്നും മിണ്ടാത്ത ഇവനെന്ത് ബൊമ്മ? ശരി, ചെമ്പ് പിടിക്കടാ. ഞാൻ പറയുന്നത് മനസ്സിലാവത്തി. പൊന്നോ, എനിക്ക് മനസ്സിലായി. എന്താ പിന്നെ പൊട്ട കളിക്കണേ? എടാ, ആ ചെമ്പടക്കാരൻ ഈ ഓട്ടോറിക്ഷ ഡ്രൈവറൊക്കെ ഞാൻ കണ്ടാടാ. എന്റെ പൊന്നു ശരി, ഒന്നും മിണ്ടായിരിക്കോ? എടാ, ഞാൻ കാര്യം പറഞ്ഞിട്ട് നീ എന്താ വിശ്വസിക്കാത്ത? എടാ, ഞാൻ വിശ്വസിച്ചടാ. പോരെ, ശരിക്കും വിശ്വസിച്ചപ്പോ എന്താ? ഇത് വലിയ കഷ്ടമല്ല. എടാ ശരു, ഇങ്ങനെ മണ്ടത്തരൊന്നും പറയല്ലേ. എടാ ശരി, ഒന്ന് വാ, ഇറക്കാം. എനിക്ക് പ്രായമില്ല. എൻ്റെ ഏട്ടനെ കൊണ്ടുവന്ന് ഞാൻ ശീലൊക്കെ കേറി. കല്ലോടെ പോവാ? കേക്ക് എടുക്കാൻ. ഈ പോയാ മതി. കല്ലു ഇറങ്ങി. ഞാൻ പോയാലോ? ഇറങ്ങി ഇറങ്ങി. എടാക്കി സ്ഥലം അറിയില്ലടാ പൊട്ട. സ്ഥലം അറിയണ്ട, അഡ്രസ് പറഞ്ഞു കൊടുക്ക്. നീ കേറുകല്ലോ, ഇവനാരതൊക്കെ ചോദിക്കാൻ? കല്ലു ഇന്ന് എങ്ങോട്ടും പോവൂല, മനസ്സിലായ? പോണ്ടെങ്കി വേണ്ട, എനിക്കെന്ത് കാര്യമാവും? നീനൊക്കെ തലയ്ക്ക് ഓളാടാ. എന്താ സുബോധ ഇത്? ഒരു കേക്ക് എടുക്കേണ്ട കാര്യല്ലേ, ഞാൻ എത്തിച്ചോളാം. പോരെ? കല്ലു ക്ലാസ് പോ, ഗേറ്റിന് പുറത്തേക്ക് മാത്രം പോവരുത്. എടാ ശരിക്കൂടെ വിജയന്തി കാണിക്കണേ. അവർക്ക് എന്റെ സ്വപ്നത്തിൽ വിശ്വാസമില്ലല്ല, ഞാൻ എന്നെപ്പോ വിശ്വസിപ്പിച്ചേരാ. ഇത് നോക്കിക്കോ, ഓൻ ഇപ്പൊ എന്നെ തല്ലു. എടാ, ഞാൻ സ്വപ്നത്തിൽ കണ്ടാടാ, ഓനെ തല്ലിയത് വിശ്വസിക്കോ? കണ്ടോ? തല്ലടാ,
ഞാൻ എന്തിനാ എന്നെ തല്ലണ്? തല്ലടാ എടാ തല്ലി. ഞാൻ എന്തിനാ? വേണമെങ്കിൽ ഇപ്പൊ തല്ലിക്കോ, എനിക്കൊരാവശ്യമുണ്ട്. വെറുതെ ചമ്മാൻ നിൽക്കണ്ടവാ. ഞാനത് മേശപ്പുറത്താണല്ലോ വെച്ചത്. ആരാണ് തീർത്ത് താഴെ വെച്ചത്? എടാ ഉപ്പുപ്പി പൊട്ടിയില്ലേ, അതും ഞാൻ കണ്ടാടാ. എടാ ഇത് പ്രശ്നാണ്, ഉറപ്പായിട്ട് കല്ലു മരിക്കൂ. എടാ അയാളുടെ കാലിലടി കൊണ്ട് ഉപ്പൂപ്പി വെച്ചവന് പൊട്ടില്ലേ, അവൻ നിന്നെ തല്ലുന്ന് പറഞ്ഞിട്ട് തല്ലിയ. എടാ ഇതൊക്കെ തോന്നലാടാ. എടാ എന്റെ ചാളു ഇഞ്ഞെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കടാ. എടാ ഉറപ്പായിട്ട് കല്ലു മരിക്കൂ. എടാ അവള് മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ, അണക്കെന്താ? സുബോധജി ശാന്തായിട്ടൊന്ന് ആലോചിക്ക്. അണക്കിപ്പോ തോന്നിയത് വെറും +2 പ്രേമ. അണക്ക് അവളെ കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? എടാ നീ അവൾക്ക് ചേരൂല. എടാ ഈ കല്യാണം എന്നൊക്കെ പറയുമ്പോ ജാതി, ജോലി, കോലം, ദാരിദ്ര്യം ഒക്കെ പ്രശ്നം. പിന്നെ നീ എന്തിനാ ടെൻഷൻ അടിക്കണേ? എടാ അതൊന്നും വേണ്ടടാ, ഞാൻ സ്വപ്നത്തിൽ കണ്ടടാ. കല്ലൂന് അത് സംഭവിക്കാൻ പാടില്ല. അന്റെ ഒടുക്കത്തൊരു സ്വപ്നം. എടാ എന്നാ പറയും, അന്റെ സ്വപ്നത്തിൽ ഞാൻ ഉണ്ടായിരുന്ന? നീ ഫുൾ ടൈം ഉണ്ടേന്ന്. എനിക്കെന്തെങ്കിലും പറ്റുന്നതായിട്ട് ചെയ്യണ്ട. എടാ എന്റെ ദേഹത്ത് ചളി ഇരിക്കില്ലേ? കാക്ക സ്ഥിരം തൂറാറില്ല പോലെ തൂറിയാവൂലേ? ഇപ്പോഴും എന്നെ വിശ്വസിച്ചിട്ടില്ലല്ലേ? ഞാൻ വിശ്വസിക്കാം, പക്ഷെ വേറൊരു ശരിക്കളും പറഞ്ഞ വിശ്വസിക്കും തോന്നില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യടാ? കല്ലൂനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണടാ ചാളു. ഹലോ രാജേഷേട്ടാ, എന്തേ ആ കേക്ക് ഒന്ന് സ്കൂളിലേക്ക് എത്തിച്ചേരാവോ? അപ്പൊ ഇങ്ങോട്ട് വരുന്നില്ല? ഒരു 4:30 ആകുമ്പോഴത്തേന് മതിയാ? ആ ഓക്കെ ഓക്കെ, സെറ്റ് സെറ്റ്. വെൽക്കം. കമോൺ എവരിബഡി, കമോൺ എവരിബഡി. ടിഷ്യൂ 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 ഹൈ, ടിഷ്യൂ 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 ഹൈ. എടാ വിഷ്ണു, ആ +2 സുബോധ് ഇന്ന് കീഴേ കൊടുത്തിരാ. അന്ന് റാഗ് ചെയ്ത് പോയി വിട്ടതാ. ഇത് വിടാൻ പറ്റൂല. ഓന്നെ ചെയ്തേ? ഓനൊക്കെ റുന്തിറാ. ആൾക്കാരെ നാണം കെടുത്തി കഴിഞ്ഞു പന്നി. ആൻഡ്രോണ്ട് പറഞ്ഞാലോ, ഓനോടി മുതലിക്കോളും. ആൻഡ്രോട് കൊണ്ടുവരുന്നു പറയണ്ട. അനക്കിന്റെ കൂടെ വെക്കാൻ പറ്റുമോ? അത് മാത്രം പറഞ്ഞാൽ മതി. എനിക്ക് തല്ലണം ഓനെ. അതൊന്ന് ചോദ്യടാ, നമ്മള് തല്ലും. ഇന്ന് കൊടുത്തില്ല അവരെ എനിക്ക് കിട്ടൂല. അവിടെ കൊടുത്തേക്കാം. വാടാ. ഞാൻ കണ്ണാടിക്കും ബരച്ച് കയറിച്ചോണം. 10 സെക്കൻഡിനുള്ളിൽ തിരിച്ച് നമ്മളെ സ്റ്റാൻഡ് പിടിക്കണം. ഒന്നും പേടിക്കാനില്ല. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴുത്തിന്റെ മേലെ അടിക്കുക പാടില്ല. നടുപ്പുറം അടിച്ചു പിടിച്ചോ. വേറെ സീനൊന്നുമില്ലല്ലോ? ഇല്ല ഇല്ല. രാജേട്ടൻ കല്ലൂനെ ബൈക്ക് അടിക്കുന്നതായിട്ടല്ലേ നീ കണ്ടേ? ജി രാജേട്ടൻ ഒന്ന് വിളിച്ചു നോക്കിയേ, എന്താ പരിപാടി എന്ന് അറിയാലോ. ഹലോ, ഞാനാ സുബോധ. എന്താ രാജേട്ടൻ ഇന്ന് 4 മണിക്ക് എവിടെയോ? എന്തിനാടാ?
വെറുതെ രാശേട്ട ഇപ്പൊ എവിടെയാ? ഞങ്ങൾ സ്കൂളിലേക്ക് വരാൻ പോകടാ. എന്തിന്? കേക്ക് കേക്ക്. ആ കേക്കുണ്ട് പറ. അതല്ല ചങ്ങായി, കേക്ക് 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 കൊണ്ടുവരാം. എപ്പോ എത്തൂ? ഞാൻ 4 മണിയൊക്കെ ആവുമ്പോ വരും. എന്തേ? ഒന്നുമില്ല. ഇല്ലല്ല, ഇതിനെ വിശ്വസിച്ചില്ലല്ല. ഇപ്പൊ മനസ്സിലായില്ലേ? എടാ പ്രശ്നം ഭയങ്കര സീനാടാ. കല്ലു മരിക്കൂ, കല്ലുനെ കൊല്ലു. എന്താടാ? എടാ ചാടോ, അയാളിങ്ങോട്ട് വരാന്ന്. കല്ലുനെ കണ്ടുപിടിക്കണോ, അയാളെ തടയണോ? ഇച്ചിങ്ങോട്ട് വന്നാ കല്ലുനെ കണ്ട? ഇല്ല. എടാ ഇജ്ജ് ഗേറ്റിന് അങ്ങോട്ട് പോ. ഒരു കാര്യം മനസ്സിലായി തോന്നുന്നു. സ്റ്റേഷനിൽ പരാതി കൊടുക്കണം. പേന വിട്ട നീ അവനെ തല്ലിയോ അതോ നിന്നെ തല്ലിയോ? എന്നിട്ടോ ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കും കേട്ടോ. എന്താ മോനെന്തിരിക്കും കിതയ്ക്കതേ? അവിടെ ഇരിക്കുക. ഇതാ ആ മോനെ അവിടെ ഇരിക്കും. എന്നിട്ട് കാര്യം പറ. എന്താ സാറേ പെട്ടെന്ന് വരണം. ഞങ്ങളെ സ്കൂളിൽ ഒരു പെൺകുട്ടീനെ ബൈക്ക് അടിച്ച് കൊല്ലുന്നോ? ആര്? ഒരാള്. ആളെ എനിക്കറിയാം. ഫോൺ നമ്പർ എന്റെ കയ്യിലുണ്ട്. ഇടിച്ചാ? ഇല്ല, ഇപ്പൊ ഇടിക്കും. പെട്ടെന്ന് വരാം സാറേ. എസിന്റെ അടുത്ത് വിടാ. അതെ. വാടാ. വിടൂലേ? രാജേട്ടനല്ലേ? ആ രാജേട്ടനാണ്. ഒരടി മുന്നോട്ട് വെക്കരുതേ. ഒന്ന് മാറക്കാ. കല്ലൂനെ കണ്ട? കല്ലൂനറിയാ. അടിപൊളിയാ. വരരുതെന്നോ? എന്ത് വരരുത്? മര്യാദക്ക് പോയിക്കോ. എടാ പുന്നാര കളിക്കല്ലേ. കേക്ക് താഴ്ത്തു പോട്ടോ. പുന്നാര കളിക്കല്ലേ. ഈ ചെക്കനത് ഭ്രാന്താ. കുപ്പായി കീറിട്ടാ. ഇവര് ഭ്രാന്താണ്. മോനൊന്ന് 3 പ്രാവശ്യം ശ്വാസം എടുത്തിട്ട് വിട്ടേ. ഇനി പറഞ്ഞു. സാർ എന്തായാലും സ്കൂളിലെ കല്യാണം. മോൻ 10 മുതൽ 1 വരെ താഴോട്ടൊന്നുണ്ടെങ്കിൽ 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ഇനി ശാന്തമായിട്ടൊന്ന് പറഞ്ഞോ.
സാറേ ഇന്ന് 4 മണിക്ക് ഞങ്ങളെ സ്കൂളിൽ കല്യാണി എന്ന് പറയുന്ന ഒരു കുട്ടീനെ രാജശേട്ടൻ്റെ പേരുള്ള ഒരാൾ ബൈക്ക് ഇടിച്ച് കൊല്ലും. കൊല്ലുന്നോ? ആർക്കാടാ ഇത്ര ധൈര്യം? അല്ല മോനിതെങ്ങനെ അറിഞ്ഞു? ഞാൻ സ്വപ്നം കണ്ടതാ. മോന്റെ പേരെന്താ? സുബോധ്. അവൻ പോലീസിനെ കൂട്ടി വന്നു. മോൻ പൊക്കോ, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. രാജേഷ് ഞങ്ങൾ നോക്കിയോളാം. മോൻ ധൈര്യമായിട്ട് പൊക്കോ. ഓക്കെ? ആ 2 ടയറിന്റെ കാറ്റ് ഒരുമിച്ചു. വണ്ടി എടുക്ക. ചെക്കന് പ്രേമം മുതൽ വട്ടായതാ. സാറേ ഇത് രാജശേട്ടൻ. ഞാനാടാ. നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വിട്ടോ. നീയാണോ രാജേഷ്? ആ ഇവിടെ വേടാ. നിനക്കെന്താടാ സ്കൂളിൽ കാര്യം? ഞാൻ കേക്ക് കൊടുക്കാന്നാ സാറേ. നീ വണ്ടിയിലോട്ട് കയറിക്കേ. എന്തിനാ സാറേ? അതൊക്കെ പറയാം. മോൻ പൊക്കോ. പൊക്കോ. വാ വണ്ടിയിലേക്ക് വാ. നിനക്കാരെങ്കിലും കൊല്ലാൻ വല്ല പ്ലാൻ ഉണ്ടോടാ? അമ്മേ പറഞ്ഞ പോലെ ഇവനെന്തിനാ നമ്മള് വണ്ടി കയറ്റി വെച്ച്? ഒന്ന് കറക്കി ഇറക്കി വിടാൻ സാറേ. ആ വിട്. എടാ ഇറങ്ങടാ താഴെ. രക്ഷയില്ല, പോലീസ് നമ്മളെ പുറകെ തന്നെ ഉണ്ട്. വണ്ടി എടുത്ത് ഗ്രൗണ്ടിൽ കൂടെ ഇടാം. വാ.
വേറെ ആരും കേട്ടാ വിശ്വസിക്കൂല. സ്വപ്നത്തിൽ കണ്ട പോലെ കല്ലു മരിക്കുമെന്ന് പേടിച്ചിട്ടാ അവൻ ആ പേക്കൂത്തെല്ലാം കാട്ടിയത്. പാവം, എന്നിട്ട് സ്വയം ഇടി മേടിച്ചു. സ്വപ്നം സത്യവാ? അറിയില്ല, പക്ഷെ അവന്റെ സ്നേഹം സത്യ. പറഞ്ഞാ മതി അവിടെ. വീട്ടില് പറഞ്ഞിട്ടുണ്ട്. ആ, ഞാൻ ഇവിടെ ഐസിന്റെ ഫ്രണ്ടിലുണ്ട്. ഇടിച്ചോമാരോട് ഇരിപ്പുണ്ട്. അവന്മാരുടെ കാര്യം പോക്കാ സാറേ. ഇവിടെ ഇരിപ്പുണ്ട് അവന്മാര്. ഒരു 7 കൊല്ലെങ്കിലും അവന്മാരകത്ത് പോകാം സാറേ. പോലീസുകാർ വന്നിട്ടില്ല. ഞാൻ ഇവിടെ ഉണ്ട്. ഞാൻ വിളിക്കാം. ഞാൻ തിരിച്ചാൽ വിളിക്കാം. നിനക്കൊക്കെ ഉള്ള പണിയായിട്ടുണ്ടാ. മാസ്റ്റേഴ്സ് ഡാൻസ് ഫെസ്റ്റ് സീസൺ 5ന്റെ റിസൾട്ടുകൾ പ്രഖ്യാപിക്കുകയാണ്. ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു സുബോധ് ആൻഡ് കല്യാണി. രണ്ടുപേരെയും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹലോ, ഐസി കിടന്നാണോ കയ്യടി? ആ ആന്ന്. അയ്യോ, ഇടിന്ന് പറഞ്ഞ ഇതല്ലയോ ഇടി? സുബോധിനോട് തേട്ടാ. അയ്യോ, ഒന്നും ഇടിച്ച് ഒരു കയ്യേലത്തി പോടാ. സാറേ സാർ വന്നാ സാറേ. നീയാണോടാ വണ്ടി ഇടിച്ചത്? ഞാനല്ല സാറേ, ഇവനല്ല. ലവന്മാര് കാണാവോ? ഞാൻ കാണിച്ചിരിക്കുവന്ന്. ഇങ്ങോട്ട് വാ. മോനെ സുബോധേ, ഇപ്പൊ എങ്ങനെയുണ്ട്? സുഖം. ഈ ഇടിച്ച പിള്ളേർക്ക് മോനോട് എന്തെങ്കിലും തരത്തിലുള്ള ദേഷ്യം ഉണ്ടായിരുന്നോ? അവര് മനപ്പുറം ഇടിച്ചാണോ? അല്ല സാറേ, ഞാൻ അങ്ങോട്ട് പോയി ഇടി മേടിച്ച. അതെ അതെ, ഞാൻ തിരിച്ചു വിളിക്കാട്ടോ. തിരിച്ചു വിളിക്കാം. ശരി ശരി. നിങ്ങൾ മാഷാണോ? അതെ, ഐഡന്റി കാർഡ് ബാഗിലുണ്ട് സാർ. അതെ, അകത്ത് കിടക്കുന്ന കുട്ടീനെ വല്ല മാനസിക രോഗത്തിന് ചികിത്സിച്ചിട്ടുണ്ടോ എന്ന് വീട്ടുകാരോട് ചോദിക്കണം. ഇപ്പൊ തന്നെ വിളിക്കാമല്ലോ. ഇപ്പഴല്ലടാ, പിന്നെ. ഓ പിന്നെ ഡോക്ടർ റൂം ഏതാ? അല്ല, അവിടെ. ഇരിക്കി. അവന് പരാതിയില്ലാത്ത കാരണം നീയൊക്കെ രക്ഷപ്പെട്ടു. ലൈസൻസ് ഇല്ലാത്ത നിനക്കൊക്കെ വണ്ടി വിട്ടു വന്നവരോട് സ്റ്റേഷനിലോട്ട് വരാൻ പറ. ഇത്തിരി കാര്യമായിട്ട് ഫൈൻ കെട്ടിയിട്ട് വണ്ടി വിട്ടിരുന്നുള്ളൂ. ഇതാണ് സുബോധിന് ബോധമില്ലെന്ന് പറഞ്ഞു. നമസ്കാരം. ഇരിക്കൂ. ഇന്റീരിയർ ഫ്രാക്ചർ ഒന്നുമില്ല. ഒരു ദിവസത്തെ ഒബ്സർവേഷൻ ശേഷം വിടാം. അല്ല ഡോക്ടറെ, ഈ പയ്യൻ വൈകിട്ട് സ്റ്റേഷനിൽ വന്നിരുന്നു. ഒരു പെൺകുട്ടി ബൈക്കടിച്ച് മരിക്കുന്നതൊക്കെ സ്വപ്നത്തിൽ കണ്ടു എന്നാ പറഞ്ഞത്. ഓ, അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഉണ്ട് സാറേ. അയ്യോ സോറി. ഉണ്ട് സാർ, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇന്ന് ഇവിടെ നടന്ന സംഭവം ഇല്ലേ, അതൊക്കെ ഇന്നലെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ സ്കൂളിൽ കിടന്ന് ഭയങ്കര വിഷയമായിരുന്നു ഈ ചെറുക്കൻ. അങ്ങനെ സ്വപ്നത്തിൽ കണ്ടതൊക്കെ സംഭവിക്കുമോ? അത് സ്വപ്നം സംഭവിക്കുന്നതല്ല. റിവേഴ്സായി ഒന്ന് ചിന്തിച്ചേ. നാളെ നടക്കുമെന്ന് നമ്മൾ പേടിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ ഇന്നത്തെ സ്വപ്നത്തിൽ പ്രതിഫലിക്കുന്നേ ഉള്ളൂ. ഓ, സാറിന് കിട്ടിയില്ലെന്ന് തോന്നുന്നു. ഒന്ന് ശ്രദ്ധിച്ചോണേ. അതായത് ഈ റിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്ന് നടക്കുന്നത് ഇന്നലെ സ്വപ്നം കാണുമെന്ന് മിനിഞ്ഞാന്ന് വിചാരിക്കുന്നതല്ലേ സാർ റിവേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾക്ക് മനസ്സിലായി. സാറിന് ഇപ്പോഴാണ് കിട്ടിയേ. എടാ ശരു, ഇപ്പൊ പറഞ്ഞോ. സഹതാപം. കല്ലു, ഞാനൊരു സ്വപ്നം കണ്ട്.
അതിനെ പറ്റി നീ ഓർക്കണ്ട. ഞാൻ ജീവിച്ചിരിക്കണ്ടില്ലേ? ഈ ജീവിച്ചിരിക്കണ എന്ത് രസാലേ. ഫ്രണ്ട് ആവാനാണോ ലവർ ആവാനാണോ ഇഷ്ടം? ഫ്രണ്ടായാ മതി. ഞാൻ അനക്ക് ചേരൂല. ലവറായ അനക്കിനും മടുക്കും. സ്നേഹം മടുക്കൂ? ഒരേ മുഖം ഇമകളിലതിശയം പാകി ഇരവിലുമിളവയിൽ ചൂടി മനമാകും മരുഭൂവിൽ കടലേകി. ഒരാൾ മുഖം മകളിലതിശയം പാകി മനമാകെ കടൽ തൂകി. ശാന്തമെൻറാവുകൾ സ്വകാര്യമായി കരളും നീളം നീ ലോലമായി താണൊരുകി വീണു പോയി നിൻ നിലാനിറം കടം തരും നീളം കിനാക്കളിൽ കാലമെഴുതും കാലടികളാ